2021 കുന്നത്തുനാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു. ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു ഇപ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തൻകുരിശ് പഞ്ചായത്തിട്ട് പോകില്ല, പൂത്തൃക്ക പഞ്ചായത്തിട്ട് പോകില്ല, തിരുവാണിയൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡർ ഇട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതുങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന മാതിരി 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറിയിരിക്കും. ഒറ്റ ഇരിപ്പ. എന്നിട്ടോ ആരും ഗമനിക്കില്ല. മീറ്റിംഗ് കഴിയും, എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക്, അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് മലയിടത്തുരുത്ത് റോഡില് ഭംഗിയുള്ള, കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് എഴുതി വെച്ചു, ഇതിന്റെ തന്ത ഞാനാണ് എന്ന്. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ്? വെലങ്ങിലേക്ക്. അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള്, അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു, എഴുതി വെച്ചു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത്. പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അപ്പോ ആ വൃത്തികെട്ട ജന്തുവാണ് ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിടേണ്ടതായിട്ട് വന്നത്. ആ വൃത്തികെട്ട ജന്തു കാരണമാണ് കുന്നത്തുനാടിലെ ജനങ്ങള് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കമ്പലം നെല്ലാട് റോഡ് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ആ ജന്തു കാരണമാണ് എരപ്പമ്പാറ അനിലച്ചോട് റോഡ് പണിയാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ പല റോഡുകളും ഇന്ന് പണിയാൻ സാധിക്കാതെ കിടക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അബദ്ധം ഇനി 2026 നമുക്ക് സംഭവിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.